ഈ അന്വേഷണം അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻ എത്തിക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കുമോ? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാലമായിട്ട് ഈ കേസുകളൊക്കെ ഉപയോഗിക്കപ്പെടുമോ എന്ന കാര്യത്തിലും എനിക്ക് ആശങ്കയും സംശയങ്ങളും ഒക്കെ തന്നെ എൻ്റെ മനസ്സിലുണ്ട്. അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ പണം ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് അഴിമതിയായിട്ട് മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അവസാനത്തെ പണം പോലും പിരിച്ചെടുത്താൽ അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് വേദികളിൽ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. മഹാത്മാഗാന്ധി പോലും സംഭാവന പിരിക്കുമല്ലോ. എക്സാലോജിക്ക് മാത്രമല്ല, അന്വേഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ കേന്ദ്ര ഏജൻസികൾ എന്തുകൊണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടടിക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിക്കുക. പ്രഗത്ഭരായ ഒരുപാട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ അന്വേഷണ സംഘത്തിലുണ്ട് എന്നെനിക്ക് നന്നായിട്ടറിയാം. അവരൊക്കെ തന്നെ ഒരു ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് അത് നിർവഹിക്കാനായി അവർക്ക് കഴിഞ്ഞ കാലത്ത് സാധിച്ചിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം എന്തെല്ലാം ആരോപണങ്ങളുണ്ടായി. എല്ലായിടങ്ങളിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും CBIയും ഉത്തരവാദപ്പെട്ട ഏജൻസികളൊക്കെ തന്നെ അന്വേഷണം നടത്തുമ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലും മുഖ്യമന്ത്രിയുടെ പേര് വന്നിട്ടും ഒരു പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പോലും മുഖ്യമന്ത്രി വിധേയമാക്കിയില്ല എന്ന രൂപത്തിലാണ് നമ്മുടെ അന്വേഷണ സംഘം നിൽക്കുന്നത് എന്ന് വരുമ്പോൾ ആരാണ് ഈ അന്വേഷണ സംഘത്തെ പിറകിൽ നിന്ന് വലിക്കുന്നതിന് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമോ? എനിക്ക് സംശയമുണ്ട്. ഈ അന്വേഷണം അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻ എത്തിക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കുമോ? അതും എനിക്ക് സംശയമുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്തെത്തി എന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാലമായിട്ട് ഈ കേസുകളൊക്കെ ഉപയോഗിക്കപ്പെടുമോ എന്ന കാര്യത്തിലും എനിക്ക് ആശങ്കയും സംശയങ്ങളും ഒക്കെ തന്നെ എൻ്റെ മനസ്സിലുണ്ട്. അവിഹിതമായിട്ട് ആരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ പണം ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് അഴിമതിയായിട്ട് മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എല്ലാറ്റിനും അക്കൗണ്ടബിലിറ്റി വേണം. അവസാനത്തെ പണം പോലും പിരിച്ചെടുത്താൽ അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് വേദികളിൽ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ പണം പിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും കൈകഴുകി ഒഴിയാൻ സാധ്യമല്ല. മൊത്തത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി എന്ന രൂപത്തിൽ നിങ്ങളതിനെ കാണണ്ട. പിന്നെ പാർട്ടികളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും സംഭാവനകൾ പിരിച്ചുകൊണ്ടാണ്. മഹാത്മാഗാന്ധി പോലും സംഭാവന പിരിക്കുമല്ലോ. ഹരിജനോദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഫണ്ട് പിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വടകരയും അതുപോലെ കോഴിക്കോട്ടൊക്കെ തന്നെ വന്നതിൻ്റെ 90ാമത് വാർഷികമാണ് ഇന്നലെ ആഘോഷിച്ചത്. ആ ചടങ്ങിൽ ഞാൻ സംബന്ധിച്ചിരുന്നു. അപ്പോൾ ഗാന്ധിജിയും ഫണ്ട് പിരിച്ചിട്ടുണ്ടായിരുന്നു. ഫണ്ട് പിരിക്കും, എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഫണ്ട് പിരിക്കും. പക്ഷേ അതിന് അക്കൗണ്ട് വേണം, അക്കൗണ്ടബിലിറ്റി വേണം, കൃത്യത വേണം, കണക്ക് വേണം. അത്രമാത്രമേ എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളൂ.